Welcome to BioGlobe. If you like this channel, please share and subscribe. Today we are going to discuss about types of culture media. Myself Mohammad Jazil, Assistant Professor, Department of Microbiology, Marcus Arts and Science College, Adavanad. Different types of culture media. The first one is known as liquid media. Liquid media is mainly liquid in nature and does not exhibit specific characteristics on the basis of which identification can be made. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ പ്രോപ്പർട്ടിയാണ് വേണ്ടത് വെച്ചാൽ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും എക്സിബിറ്റ് ചെയ്യാൻ എന്തിൽ പറ്റില്ല, ലിക്വിഡ് മീഡിയയിൽ പറ്റില്ല. അതായത് ലിക്വിഡ് നാച്ചുറുള്ള മീഡിയ ആണ് എന്ത് മനസ്സിലാക്കുക, ലിക്വിഡ് മീഡിയ എന്ന് മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് കൾച്ചർ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിസത്തിനെ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയയാണ് കൾച്ചർ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഡസ് നോട്ട് പെർമിറ്റ് ഐസൊലേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയ ഫ്രം പോപ്പുലേഷൻ. ഇപ്പോൾ ഒരു മിക്സർ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അതിന് ഒരു പോപ്പുലേഷൻ്റെ ഒരു ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് മാത്രം സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് കാണിക്കാൻ എന്തിൽ പറ്റില്ല, ലിക്വിഡ് മീഡിയയിൽ പറ്റില്ല. വാട്ട് ആർ ദ യൂസസ് ഓഫ് ലിക്വിഡ് മീഡിയ? ദേ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫർദർ ടെസ്റ്റിംഗ് ഓഫ് പ്യുവർ കൾച്ചർ ഓഫ് ബാക്ടീരിയ. ഇപ്പോൾ ഒരു ബാക്ടീരിയൻ്റെ പ്യുവർ കൾച്ചർ എടുത്തിട്ട് പിന്നീട് നമുക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിലോട്ട് മാറ്റാം, ലിക്വിഡ് മീഡിയത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറെ ടെസ്റ്റുകൾക്കൊക്കെ ഉപയോഗിക്കാം. പ്രിപ്പയറിംഗ് ബൾക്ക് കൾച്ചേഴ്സ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ആൻറ്റിജൻസ് ഓർ വാക്സിൻസ്. ഇപ്പം നമുക്ക് വാക്സിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ എമൗണ്ടിൽ നമ്മൾക്ക് ഓർഗാനിസത്തിനെ വേണം. അപ്പോൾ ബൾക്കായിട്ട് ഓർഗാനിസത്തിൻ്റെ കൾച്ചർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ലിക്വിഡ് മീഡിയ എടുക്കാം. അതുപോലെ തന്നെ ഒബ്റ്റൈനിങ് ഗ്രോത്ത് ഓഫ് ഓർഗാനിസംസ് ഫ്രം ബ്ലഡ് ഓർ വാട്ടർ ഫ്രം ലാർജ് വോള്യൂംസ് ടു ബി നീഡഡ്. അപ്പോൾ നമുക്ക് ലാർജ് വോള്യൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒബ്റ്റൈനിങ് ഗ്രോത്ത് ഓഫ് ഓർഗാനിസം ഫ്രം ബ്ലഡ് ഓർ വാട്ടർ. അപ്പോൾ ബ്ലഡിൽ നിന്ന് വാട്ടർ എന്നൊക്കെ ഓർഗാനിസം നമ്മൾ എടുത്തിട്ട് അതൊക്കെ ലാർജ് വോളിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുക, ലിക്വിഡ് മീഡിയ ആണ് ഉപയോഗിക്കുക. ദെൻ സെക്കൻഡ് മീഡിയ ദാറ്റ് ഈസ് നോൺ ആസ് സോളിഡ് മീഡിയ. സോളിഡ് മീഡിയ മെയിൻലി സോളിഡ് ഇൻ നാച്ചർ ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് ഡിസ്ക്രീറ്റ് ആൻഡ് വിസിബിൾ ഗ്രോത്ത്. അപ്പോൾ സോളിഡ് നാച്ചുറുള്ള മീഡിയ ആണ് സോളിഡ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള ഗ്രോത്ത് നമുക്ക് ആ മീഡിയയിൽ നിന്ന് കിട്ടുന്നു. അപ്പോൾ എന്തൊക്കെയാണ് സോളിഡ് മീഡിയയുടെ യൂസസ്? ടു ഒബ്റ്റെയിൻ ദ പ്യുവർ ഗ്രോത്ത്. നമുക്ക് നല്ല ഒരു ഓർഗാനിസിൻ്റെ കറക്റ്റ് പ്യുവർ ആയിട്ടുള്ള ഗ്രോത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് എന്താ ഉപയോഗിക്കുന്നത്, സോളിഡ് മീഡിയയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ടു സ്റ്റഡി ഡിസ്റ്റിങ്ക്റ്റീവ് കോളനി മോർഫോളജി ആൻഡ് അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ്, എക്സാമ്പിൾ പിഗ്മെൻറ്റേഷൻ ആൻഡ് ഹീമോളൈസിസ്. ഇപ്പോൾ ഒരു ഓർഗാനിസം പിഗ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, ഹീമോളൈറ്റ് പ്രോപ്പർട്ടി. ഹീമോളൈറ്റ് പ്രോപ്പർട്ടി പറഞ്ഞാൽ ബ്ലഡ് അകാറിലാണ് ഹീമോളൈറ്റ് പ്രോപ്പർട്ടി ഉണ്ടാവുക. അപ്പോൾ ഹീമോളൈറ്റ് പ്രോപ്പർട്ടി ഉണ്ടോ, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ പോലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കോളനി മോർഫോളജി ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, സോളിഡ് മീഡിയ ഉപയോഗിക്കുന്നു. ഇനി ഇതൊരു സോളിഡ് മീഡിയൻ്റെ വേറെ നോട്ടാണ്. ഇപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് കോളനി മോർഫോളജി അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പറഞ്ഞു പിഗ്മെൻറ്റേഷൻ, ഹീമോളൈസിസ് ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് അഗാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഗാർ ഈസ് യൂസ് ടു പ്രിപ്പയർ സോൾഡ് മീഡിയ. സോൾഡ് മീഡിയ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് അഗാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അഗാർ ഈസ് ഒബ്റ്റൈൻ ഫ്രം എ ടൈപ്പ് ഓഫ് സീവീഡ്. പ്ലസ് ടുവിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഗാർ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സീവീഡ് എന്നാണ് ഉണ്ടാക്കുന്നത്. ഇറ്റ് ഹാസ് വിർച്വലി നോ ന്യൂട്രിറ്റീവ് വാല്യൂ ആൻഡ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ഗ്രോത്ത്. അപ്പോൾ ഇതിന് ഗ്രോത്തിനെ വലിയ ബാധിക്കൊന്നുമില്ല, കാരണം ഇത് ന്യൂട്രിറ്റീവ് വാല്യൂ ഒന്നും ഇല്ല കേട്ടോ. അഗാറിന് ന്യൂട്രിറ്റീവ് വാല്യൂ ഒന്നുമില്ല, സോൾഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ദെൻ ഇറ്റ് മെൽറ്റ്സ് അറ്റ് 98 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് യൂഷ്വലി സെറ്റ്സ് അറ്റ് 42 ഡിഗ്രി സെൽഷ്യസ്. 98 ഡിഗ്രി സെൽഷ്യസിൽ ഇത് മെൽറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ 42 ഡിഗ്രി സെൽഷ്യസിൽ അത് സെറ്റ് ആവുക ചെയ്യുക. അപ്രോക്സിമേറ്റ്ലി 2% അഗാറാണ് നമ്മൾ സോൾഡ് മീഡിയയിൽ ഉപയോഗിക്കുന്നത്. ദെൻ അനദർ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് കോമൺ മീഡിയ ഈസ് പെപ്റ്റോൺ. ഇനി നമ്മളൊരു മീഡിയയിൽ ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് പെപ്റ്റോൺ. അതായത് പെപ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പാർഷ്യലി ഡൈജസ്റ്റഡ് പ്രോട്ടീൻസിൻ്റെ ഒരു മിക്സ്ചറാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രോട്ടിയോസിസ്, പോളിപെപ്റ്റൈഡ്സ്, അമിനോ ആസിഡ്സ് ഇതൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓർഗാനിക് സോൾട്ട് ആയിട്ടുള്ള ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇത് വേറെ ടെക്സ്റ്റിൽ ചെറിയ നോട്ടിൽ വെച്ച കാരണം ഇൻക്ലൂഡ് ആയെന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ബ്ലഡ്, സിറം ആൻഡ് ഈസ്റ്റ് എക്സ്ട്രാക്ട് ആർ അതർ കോമൺ ഇൻഗ്രീഡിയൻസ് ഓഫ് മീഡിയ. ഇപ്പോൾ ഈ ബ്ലഡ്, സിറം അതുപോലെ തന്നെ ഈസ്റ്റ് എക്സ്ട്രാക്ട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മീഡിയയിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി നോക്കൂ, മൂന്നാമതായിട്ടുള്ള മീഡിയ ആണ് സെമി സോളിഡ് മീഡിയ.
ദിസ് ടൈപ്പ് ഓഫ് മീഡിയ ഈസ് നെയ്തർ ലിക്വിഡ് നോർ സോളിഡ്. അപ്പോൾ ഇത് എന്തായിരിക്കും, സോളിഡ് ആണോ ചോദിച്ചാൽ സോളിഡ് ആണെന്ന്, ലിക്വിഡ് ആണോ ചോദിച്ചാൽ ലിക്വിഡ് അല്ല. അപ്പോൾ സോളിഡും ലിക്വിഡും പാടെ കൂടിയ നെയ്തർ ലിക്വിഡ് നോർ സോൾഡ് ആയിട്ടുള്ള മീഡിയ ആണെന്ത്, സെമി സോൾഡ് മീഡിയ. ഓർ ഇറ്റ് ഈസ് എ ഫേസ് ബിറ്റ്വീൻ ലിക്വിഡ് ആൻഡ് സോൾഡ്. ലിക്വിഡിനെ സോൾഡിൻ്റെ ഇടയിലുള്ള ഒരു ഫേസ് ആണ് സെമി സോൾഡ് മീഡിയ. വാട്ട് ആർ ദ യൂസസ് ഓഫ് സെമി സോൾഡ് മീഡിയ? കൾട്ടിവേഷൻ ഓഫ് അനൈറോബിക് ആൻഡ് മൈക്രോ എയറോഫിലിക് ഓർഗാനിസംസ്. അപ്പോൾ അനൈറോബിക് ആയിട്ടുള്ളതും അല്ലെങ്കിൽ മൈക്രോ എയറോഫിലിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെമി സോൾഡ് മീഡിയ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ സ്റ്റഡിയിങ് ബാക്ടീരിയൽ മോട്ടിലിറ്റി, മോട്ടൈൽ ആയിട്ടുള്ള ബാക്ടീരിയനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, സെമി സോൾഡ് മീഡിയ ഉപയോഗിക്കുന്നു. ഇനി ഇത്രയും നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ചിട്ട് മീഡിയ തരംതിരിച്ചാണ്. അപ്പോൾ ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ച് മീഡിയനെ മൂന്നാക്കാം: സോൾഡ് മീഡിയ, ലിക്വിഡ് മീഡിയ, സെമി സോൾഡ് മീഡിയ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചർ മീഡിയ ബേസ്ഡ് ഓൺ ദെയർ ന്യൂട്രീഷ്യസ് ഫാക്ടർ. ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് അനുസരിച്ചിട്ട് മീഡിയനെ എത്രയായിട്ട് ക്ലാസിഫിക്കേഷൻ നടത്താമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബേസ്ഡ് ഓൺ ദ ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് 6 ടൈപ്സ് ഓഫ് കൾച്ചർ മീഡിയ. 6 ടൈപ്പ് കൾച്ചർ മീഡിയ ഉണ്ട്. 1 സിമ്പിൾ മീഡിയ, 2 കോംപ്ലക്സ് മീഡിയ, 3 സിന്തറ്റിക് മീഡിയ, ദെൻ സെമി ഡിഫൈൻഡ് മീഡിയ, നോൺ സിന്തറ്റിക് മീഡിയ, സ്പെഷ്യൽ മീഡിയ. ദീസ് ആർ ദ 6 types of media based on their nutritional factors. The first one is known as simple media or basal media. അതായത് സിമ്പിൾ കെമിക്കൽ കോമ്പോസിഷൻ ഉള്ള മീഡിയാസിനെയാണ് നമ്മൾ സിമ്പിൾ മീഡിയ അല്ലെങ്കിൽ ബേസൽ മീഡിയ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ന്യൂട്രിയൻ ബ്രോത്ത് ആൻഡ് പെപ്റ്റോൺ വാട്ടർ, ദ സിംപ്ലസ്റ്റ് ലിക്വിഡ് മീഡിയ ആൻഡ് ഫോം ഓൺ ദ ബേസിസ് ഓഫ് ഓൾ അതർ ലബോറട്ടറി മീഡിയ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അഡീഷൻ ഓഫ് 2 to 3% അഗാർ ടു ന്യൂട്രിയൻ്റ് ബ്രോത്ത്. ഇപ്പോൾ ന്യൂട്രിയൻ്റ് ബ്രോത്തിലോട്ട് നമ്മൾ 2 to 3% അഗാർ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ന്യൂട്രിയൻ്റ് അഗാർ കിട്ടും, വിച്ച് ഈസ് ദ സിംപ്ലസ്റ്റ് സോളിഡ് ബേസൽ മീഡിയം. ഇപ്പോൾ റുട്ടീൻ മൈക്രോബയോളജിക്കൽ യൂസിന് ഉപയോഗിക്കുന്ന സിമ്പിളായിട്ടുള്ള സോളിഡ് മീഡിയ ആണ് എന്ത്, ന്യൂട്രിയൻ്റ് അഗാർ. അതായത് ന്യൂട്രിയൻ്റ് ബ്രോത്ത് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് മീഡിയ ആണ്. ആ ന്യൂട്രിയൻ്റ് ബ്രോത്തിലോട്ട് 2 to 3% അഗാർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ന്യൂട്രിയൻ്റ് അഗാർ കിട്ടും. അതുപോലെ തന്നെ അഡീഷൻ ഓഫ് 0.2 to 0.4% അഗാർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, സെമി സോൾഡ് മീഡിയ കിട്ടും. അത് ബാക്ടീരിയൽ മോട്ടിലിറ്റി കണ്ടുപിടിക്കാനാണ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അഡീഷൻ ഓഫ് 6% agar makes it firm agar that prevent the spreading swarming growth of bacteria such as Proteus. അപ്പോൾ 6% agar എന്ത് ചെയ്യാൻ പറ്റും, that prevent the spreading of ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. പ്രോട്ടിയസ് പോലുള്ള ഹൈലി മോട്ടൈൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഗ്രോത്തിനെ സ്പ്രെഡിനെ തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ 6% അഗാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഹൈലി മോട്ടൈലായിട്ടുള്ള പ്രോട്ടിയസ് പോലുള്ള ആൾക്കാരുടെ വളർച്ചയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടയാനായിട്ട് സാധിക്കും. ഇനി ഇതാണ് നമ്മുടെ സോൾഡ് മീഡിയ, ലിക്വിഡ് മീഡിയ, സെമി സോൾഡ് മീഡിയൻ്റെ എക്സാമ്പിൾ. ഇപ്പോൾ ലിക്വിഡ് നാച്ചുറൽ മീഡിയ നമ്മൾ കണ്ടു, ന്യൂട്രിയൻ്റ് അഗാറിൻ്റെ പിക്ചറാണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തുള്ളത്. റൈറ്റ് സൈഡിൽ കൊടുത്തുള്ളത് സെമി സോൾഡ് മീഡിയ, അതൊരു കൺട്രോൾഡ് ആയിട്ടുള്ള, ലെഫ്റ്റ് സൈഡിൽ കൊടുത്തുള്ളത് ഒരു കൺട്രോളാണ്. മോട്ടൈൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഫിർ ട്രീ അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും, ഒരു ക്രിസ്മസ് ട്രീയുടെ പോലെ ആയിരിക്കും ഉണ്ടായിരിക്കും കേട്ടോ. സെമി സോൾഡ് മീഡിയയുള്ള ഓർഗാനിസത്തിന് ഇനോക്കുലേറ്റ് ചെയ്ത പിക്ചറാണ് വലത്തെ സൈഡിൽ കൊടുത്തുള്ളത്. ഇനി സിമ്പിൾ മീഡിയ കഴിഞ്ഞ അടുത്താണ് കോംപ്ലക്സ് മീഡിയ. കോംപ്ലക്സ് മീഡിയ എന്ന് പറഞ്ഞാൽ വിത്ത് കോംപ്ലക്സ് കോമ്പോസിഷൻ കേട്ടോ. അതായത് അഡീഷണൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അതായത് സ്പെഷ്യൽ ന്യൂട്രിയൻസ്, ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിന് വേണ്ട സ്പെഷ്യൽ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ അതിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓൾ മീഡിയ അതർ ദാൻ സിമ്പിൾ മീഡിയ ആർ കോംപ്ലക്സ് മീഡിയ. അപ്പോൾ സിമ്പിൾ മീഡിയ അല്ലാത്ത മറ്റുള്ള മീഡിയകളൊക്കെ നമുക്ക് എന്ത് പറയാം, കോംപ്ലക്സ് മീഡിയ എന്ന് പറയാം. അതായത് സ്പെഷ്യൽ ന്യൂട്രിയൻസ്, ഗ്രോത്തിന് വേണ്ട സ്പെഷ്യൽ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള മീഡിയനെ നമ്മൾ എന്താ പറയുക, കോംപ്ലക്സ് മീഡിയ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കൂ, സിന്തറ്റിക് ഓർ ഡിഫൈൻഡ് മീഡിയ. ദീസ് ആർ ദ മീഡിയ പ്രിപ്പയർഡ് ബൈ യൂസിങ് പ്യുവർ കെമിക്കൽസ് ഓഫ് നോൺ കെമിക്കൽ കോമ്പോസിഷൻ. അപ്പോൾ നമുക്കറിയാവുന്ന കുറച്ച് കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ് ഉണ്ടാക്കുന്ന, പ്യുവർ കെമിക്കൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന മീഡിയയാണ് സിന്തറ്റിക് ഓർ ഡിഫൈൻഡ് മീഡിയ. ഹാൻസ് ദ എക്സാക്ട് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് മീഡിയ ഈസ് നോൺ. അപ്പോൾ നമുക്ക് ഈ മീഡിയൻ്റെ എക്സാക്ട് കെമിക്കൽ കോമ്പോസിഷൻ നമുക്ക് അറിയാൻ പറ്റും. ദീസ് ആർ യൂസ്ഡ് ഫോർ സ്പെഷ്യൽ സ്റ്റഡീസ്. ഈ മീഡിയ ഒക്കെ നമുക്ക് സ്പെഷ്യൽ സ്റ്റഡീസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് ടു ഡിറ്റർമൈൻ ദ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ഓർഗാനിസം.
നമുക്ക് ഈ ഓർഗാൻസിന് എന്തൊക്കെ ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ്സ് ഒക്കെ വേണമെന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്തുപയോഗിച്ചാൽ മതി? സിന്തറ്റിക് ഡിഫൈൻ മീഡിയ ഉപയോഗിച്ചാൽ മതി. ഡുബോസ് മീഡിയ അതുപോലെ തന്നെ ട്വീൻ 80 മീഡിയ ഒക്കെയാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. ഡുബോസ് മീഡിയ അതുപോലെ തന്നെ ട്വീൻ 80 മീഡിയ ഇതൊക്കെ സിന്തറ്റിക് അല്ലെങ്കിൽ ഡിഫൈൻ മീഡിയ ഒക്കെ എക്സാമ്പിളാണ്. ഇനി അടുത്ത മീഡിയ നോക്കൂ, സെമി ഡിഫൈൻഡ് മീഡിയ. ദീസ് ആർ മീഡിയ വിത്ത് കെമിക്കൽ കോമ്പോസിഷൻ അപ്രോക്സിമേറ്റ്ലി നോൺ. നമുക്ക് ഇതിൻ്റെ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, കെമിക്കൽ കോമ്പോസിഷൻ ഏകദേശമൊക്കെ അറിയാൻ പറ്റും. അതിനെ നമ്മൾ എന്താ പറയുക? സെമി ഡിഫൈൻഡ് മീഡിയ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പെപ്റ്റോൺ വാട്ടർ. ഇനി നോൺ സിന്തറ്റിക് മീഡിയ. ദീസ് ആർ ദ മീഡിയ പ്രിപ്പയർഡ് ബൈ യൂസിങ് കോമ്പൗണ്ട്സ് ഓഫ് അൺനോൺ കെമിക്കൽ കോമ്പോസിഷൻ. ഇതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ നമുക്ക് അറിയില്ല, അങ്ങനത്തെ സംഭവങ്ങൾ വെച്ച് ഉണ്ടാക്കുന്ന മീഡിയയാണ് നമ്മൾ നോൺ സിന്തറ്റിക് മീഡിയ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബീഫ് എക്സ്ട്രാക്റ്റ്, ഈസ്റ്റ് എക്സ്ട്രാക്റ്റ്, പെപ്റ്റോണ്, ബ്ലഡ്, സീറം എക്സെട്ര. ഈ ഈസ്റ്റ് എക്സ്ട്രാക്റ്റും ബീഫ് എക്സ്ട്രാക്റ്റൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി സ്പെഷ്യൽ മീഡിയ. അടുത്തതാണ് സ്പെഷ്യൽ മീഡിയ. അതായത് സ്പെഷ്യൽ പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയകളെയാണ് നമ്മൾ സ്പെഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ് നോക്കൂ: എൻറിച്ച്ഡ് മീഡിയ, എൻറിച്ച്മെൻറ്റ് മീഡിയ, സെലക്റ്റീവ് മീഡിയ, ഡിഫറൻഷ്യൽ മീഡിയ, ഇൻഡിക്കേറ്റർ മീഡിയ, ട്രാൻസ്പോർട്ട് മീഡിയ ആൻഡ് ഷുഗർ മീഡിയ. നോക്കൂ, എന്താണ് എൻറിച്ച്ഡ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബേസൽ മീഡിയം ആഡഡ് വിത്ത് സബ്സ്റ്റൻസസ് സച്ച് ആസ് ബ്ലഡ്, സീറം ഓർ എഗ് ഈസ് നോൺ ആസ് എൻറിച്ച്ഡ് മീഡിയ. അപ്പോൾ സാധാ ഒരു നോർമൽ മീഡിയത്തിലോട്ട് നമ്മൾ എൻറിച്ച്ഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആഡ് ചെയ്യുക. ബ്ലഡ്, സീറം, എഗ് ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് മീഡിയയായി മക്കളെ? എൻറിച്ച്ഡ് മീഡിയയായി. വാട്ട് ആർ ദ യൂസസ് ഓഫ് എൻറിച്ച്ഡ് മീഡിയ? Used for growing organisms which are more exacting in their nutrition requirements. അപ്പോൾ ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ്സ്, എക്സാക്റ്റ് ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ്സ് വേണ്ട ആൾക്കാരൊക്കെ വളർത്താൻ വേണ്ടിയിട്ടാണ് എൻറിച്ച്ഡ് മീഡിയ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ ബ്ലഡ് അഗാർ, അതായത് ബ്ലഡ് വിത്ത് എൻറിച്ച്ഡ് ആയിട്ടുള്ള മീഡിയ ആണ് എന്ത്? ബ്ലഡ് അഗാർ. ലോഫ്ലർ സീറം സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തായിരിക്കും? ബ്ലഡ് സീറം ഉണ്ടായിരിക്കും. ലോവൻസ്റ്റീൻ ജെൻസൺ മീഡിയത്തിൽ പ്രധാനമായിട്ട് എന്തായിരിക്കും? എഗ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ലോവൻസ്റ്റീൻ ജെൻസൺ മീഡിയ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോവൻസ്റ്റീൻ ജെൻസൺ മീഡിയം ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് നോക്കൂ, എൻറിച്ച്മെൻറ്റ് മീഡിയ. ദീസ് ആർ ലിക്വിഡ് മീഡിയ ഇൻകോർപ്പറേറ്റഡ് വിത്ത് സബ്സ്റ്റൻസസ് which stimulate the growth of wanted organisms and inhibit the growth of unwanted organisms from the ഇനോക്കുല. അപ്പോൾ ഒരു മിക്സഡ് ഇനോക്കുലത്തിൽ നിന്ന് നമുക്ക് വേണ്ട ആൾക്കാരുടെ ഗ്രോത്ത് മാത്രം സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് എന്ത്? എൻറിച്ച്മെൻറ്റ് മീഡിയ. They selectively favor the growth of organisms of interest, inhibit the growth of other organisms. ഇപ്പോൾ ഒരു മിക്സ്ഡ് ഓർഗാനിസത്തിന് നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഏത് ടൈപ്പ് ഓർഗാനിസിൻ്റെ ഗ്രോത്ത് ആണോ വേണ്ടത് വെച്ചാൽ അതിനെ മാത്രം പിന്നെ പ്രൊമോട്ട് ചെയ്തിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഗ്രോത്തിനെ എന്ത് ചെയ്യാണ്? പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ഉപയോഗിക്കുന്നു? എൻറിച്ച്മെൻറ്റ് മീഡിയ. എന്താണ് യൂസസ്? യൂസ്ഫുൾ ഇൻ സിറ്റുവേഷൻസ് വേർ നോൺ പാത്തോജനിക് ഓർ കമൻസൽ ബാക്ടീരിയ ടെൻഡ് ടു ഓവർഗ്രോ ദ പാത്തോജനിക് വൺസ്. ഇപ്പോൾ ഒരു പാത്തോജനിക്കും നോൺ പാത്തോജനിക് ഉണ്ടെങ്കിൽ പാത്തോജനിക്കിൻ്റെ മേലെ നോൺ പാത്തോജനിക് ആയിട്ടുള്ള ആൾക്കാർ ഓവറായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എൻറിച്ച്മെൻറ്റ് മീഡിയ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ടെട്രാ തയോണൈറ്റ് ബ്രോത്ത് ആൻഡ് സെലിനൈറ്റ് എഫ് ബ്രോത്ത് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് കോളിഫോം ബാക്ടീരിയ ഇൻ ഫീക്കസ് ആൻഡ് അലോ ദ ഗ്രോത്ത് ഓഫ് സാൽമണല്ല സ്പീഷീസ്. അപ്പോൾ ഈ ടെട്രാതയോണൈറ്റും സെലിനൈറ്റ് എഫ് ബ്രോത്ത് ഒക്കെ എന്ത് ചെയ്യുന്നു? കോളിഫോം ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സാൽമണല്ലൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇനി എൻറിച്ച്ഡ് മീഡിയൻ്റെ വേറെ നോട്ടാണ്, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ഇപ്പോൾ ഈ എൻറിച്ച്ഡ് മീഡിയയിലേക്ക് ഉദാഹരണമുണ്ട് ബ്രൈൻ ഹാർട്ട് ഇൻഫ്യൂഷൻ ബ്രോത്ത്, ബ്ലഡ് അഗാർ. ഇപ്പോൾ ഈ ബ്രൈൻ ഹാർട്ട് ഇൻഫ്യൂഷൻ ബ്രോത്ത് പറഞ്ഞാൽ ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടാണ്. ബഫേർഡ് ഫ്ലൂയിഡ് കൾച്ചർ മീഡിയ ആണ് ഇതിലുണ്ടായിരിക്കുക. ഓക്കെ, ബ്രൈൻ ആൻഡ് കൗ ഹാർട്ട് ഉണ്ടായിരിക്കും. പെപ്റ്റോൺ വാട്ടർ, ഡെസ്ട്രോസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. ഫാസ്റ്റിഡിയസ് ആയിട്ടുള്ള ഓർഗാനിസം, അതായത് ഹൈലി ന്യൂട്രിയൻ്റ് റിച്ച് വേണ്ട ആൾക്കാരാണ് ഫാസ്റ്റിഡിയസ്. അവരെ വളർത്താൻ വേണ്ടിയിട്ടാണ് ബ്രൈൻ ഹാർട്ട് ഇൻഫ്യൂഷൻ ബ്രോത്ത് ഉപയോഗിക്കുന്നത്. ഇനി നോക്കൂ, ബ്ലഡ് അഗാറുണ്ട്.
ദിസ് ഈസ് എ സോളിഡ് കൾച്ചർ മീഡിയ ആണ്. അതിൽ എന്തുണ്ടായിരിക്കും? അഗാർ ഉണ്ടായിരിക്കും, പെപ്റ്റോൺ ഉണ്ടായിരിക്കും, ബ്ലഡ് ഉണ്ടായിരിക്കും. ഈ ബ്ലഡ് നമ്മൾ ഹ്യൂമൻ ബ്ലഡ് ഉപയോഗിക്കാറുണ്ട്, ഷീപ്പ് ബ്ലഡ് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ന്യൂട്രിയൻ്റ് അഗാർ എടുത്തിട്ട് കുറച്ച് ഹ്യൂമൻ ബ്ലഡ് അതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ എന്തായി നമുക്ക് ബ്ലഡ് അഗാർ കിട്ടും. ഹോഴ്സ് ബ്ലഡ്, പിഗ് ബ്ലഡൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ആ ബ്ലഡ് അഗാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എയറോബിക്കും അനേറോബിക്കും ആയിട്ടുള്ള ബാക്ടീരിയൻ്റെ ഗ്രോത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം വൈറ്റമിൻ കെ, അതുപോലെ തന്നെ സിസ്റ്റൈന്, ഹീമിന്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അനേറോബിക് ബാക്ടീരിയൻ്റെ ഗ്രോത്തിന് എൻഹാൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ്. ബ്ലഡ് അഗാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ഹീമോളൈറ്റിക് പ്രോപ്പർട്ടി. ഇപ്പോൾ ഹീമോലൈസിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിനെ ലൈസിസ് നടത്തിയിട്ട് ഹീമോളൈറ്റിക് പ്രോപ്പർട്ടി ഉണ്ടോ എന്നാണ് ബ്ലഡ് അഗാർ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ഇതെന്താണ്? ഒരു ഡിഫറൻഷ്യൽ മീഡിയ കേട്ടോ മക്കളെ. ബ്ലഡ് അഗാർ ഡിഫറൻഷ്യൽ മീഡിയ കൂടിയാണ്. ബ്ലഡ് അഗാറിൽ നമ്മൾ 2 പ്രോപ്പർട്ടിയാണ് നോക്കുന്നത്: ബീറ്റ ഹീമോളൈറ്റിക് പ്രോപ്പർട്ടിയും ആൽഫ ഹീമോളൈറ്റിക് പ്രോപ്പർട്ടിയും. എന്താണ് ബീറ്റ ഹീമോളൈറ്റിക് പ്രോപ്പർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ബ്ലഡ് സെൽസിനെ കംപ്ലീറ്റ് ആയിട്ട് ലൈസിസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെന്ത് പറയും? ബീറ്റ ഹീമോളൈറ്റിക് പ്രോപ്പർട്ടി പറയും. അതായത് ഹീമോഗ്ലോബിനെയും റെഡ് ബ്ലഡ് സെൽസിനെയും ലൈസിസ് നടത്തുകയാണെങ്കിൽ ബീറ്റ ഹീമോളൈറ്റിക് പ്രോപ്പർട്ടി പറയും. ഇപ്പോൾ ബീറ്റ ഹീമോളൈറ്റിക് പ്രോപ്പർട്ടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ കോളനീസിൻ്റെ ചുറ്റും എന്ത് കിട്ടും? ഒരു ക്ലിയർ ആയിട്ടുള്ള സോണ് കിട്ടും. അതായത് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കയൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ബീറ്റ ഹീമോളൈറ്റിക് പ്രോപ്പർട്ടി ഉള്ള ഓർഗാനിസത്തിന് എക്സാമ്പിളാണ്. ഇനി ആൽഫ ഹീമോളൈറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ ലൈസിസ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ആർ ഹീമോഗ്ലോബിൻ. ഇപ്പോൾ ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ RBCയെ പാർഷ്യലായിട്ട് ലൈസിസ് നടത്തുന്ന നമ്മൾ ആൽഫ ഹീമോലൈസിസ് എന്ന് പറയും. അതായത് കോളനീൻ്റെ ചുറ്റും എന്ത് കിട്ടും? ഒരു ഗ്രീനിഷ് ഡിസ്കളറേഷൻ കിട്ടും. എക്സാമ്പിളായിട്ട് വരുന്നതാണ് വിറിഡൻ സ്ട്രെപ്റ്റോകോക്കൈ. ഇപ്പോൾ വിറിഡൻ സ്ട്രെപ്റ്റോകോക്കൈയാണ് ആൽഫ ഹീമോളൈറ്റിക് വരുന്നത്. പിന്നെ നോ ഹീമോളൈറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് അഗാർ മീഡിയത്തിൽ പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ഇല്ലെങ്കിൽ എന്താ പറയുക? നോ ഹീമോളൈസിസ് ആണ്. അതിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് എൻഡറോകോക്കൈ. അപ്പോൾ ഇതാണ് ഹീമോളൈറ്റിക് പ്രോപ്പർട്ടിൻ്റെ ചിത്രം. ലെഫ്റ്റ് സൈഡിൽ നോക്കൂ, കോളൻ്റെ ചുറ്റും ക്ലിയർ സോൺ കണ്ടില്ലേ? അതാണ് ബീറ്റ ഹീമോളൈറ്റിക്. സെൻട്രൽ നോക്കൂ, നോ ഹീമോളൈറ്റിക്, ഒരു തരത്തിലുള്ള ചേഞ്ചും കാണപ്പെടുന്നില്ല. വലത്തെ സൈഡിൽ നോക്കൂ, ആൽഫ ഹീമോളൈറ്റിക് ആണ്, ചെറിയ രീതിയിലുള്ള ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഇനി ചോക്ലേറ്റ് അഗാർ. ചോക്ലേറ്റ് അഗാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിംഗ് എ മിക്സ്ചർ ഓഫ് ഷീപ്പ് ബ്ലഡ് ആൻഡ് ന്യൂട്രിയൻ്റ് അഗാർ. അപ്പോൾ ഈ ന്യൂട്രിയൻ്റ് അഗാറിൽ ഒന്ന് ചൂടാക്കിയിട്ട് ബ്ലഡ് ആഡ് ചെയ്തിട്ട് ന്യൂട്രിയൻ്റ് അഗാർ നമ്മളത് ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? ചോക്ലേറ്റ് അഗാർ കിട്ടുന്നു. അതായത് ഹീമോഗ്ലോബിൻ, ന്യൂട്രിയൻ്റ് അഗാർ, ഷീപ്പ് ബ്ലഡ് ആൻഡ് ഹീമോഗ്ലോബിൻ ആൻഡ് ദ റിലേറ്റഡ് സബ്സ്റ്റൻസ് ഹീമിൻ, that is also called X factor, and the nicotinamide adenine dinucleotide NAD is also called V factor. These are released during the process of heating. അപ്പോൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലഡ് അഗാർ ചൂടാക്കുന്ന സമയത്ത് എക്സ് ഫാക്ടറും വി ഫാക്ടറും റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ചോക്ലേറ്റ് അഗാർ കിട്ടും. ചോക്ലേറ്റ് അഗാർ എന്ന് പേര് വരാൻ കാരണം ചോക്ലേറ്റ് കളർ വരുന്നത് കൊണ്ടാണ് ചോക്ലേറ്റ് അഗാർ എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ ചോക്ലേറ്റ് അഗാറിൻ്റെ യൂസ് എന്താ മക്കളെ? ടു ഗ്രോ ഫെസ്റ്റീഡിയസ് ഓർഗാനിസംസ്. ഫെസ്റ്റീഡിയസ് ഓർഗാനിസത്തിനെ വളർത്താൻ വേണ്ടിയിട്ടാണ് ചോക്ലേറ്റ് അഗാർ ഉപയോഗിക്കുന്നത്. ഇൻക്ലൂഡിങ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ്, നൈസീരിയ മെനിഞ്ചൈറ്റിഡിസ്, നൈസീരിയ ഗുണേറിയ ആൻഡ് ന്യൂമോകോക്കസ്. ഇവരൊക്കെ വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാര്യമായിട്ട് എന്ത് ഉപയോഗിക്കുന്നത്? ചോക്ലേറ്റ് അഗാർ ഉപയോഗിക്കുന്നത്. ഇതാണ് ഒരു ചോക്ലേറ്റ് അഗാറിൻ്റെ പിക്ചർ. നിങ്ങൾ നോക്കി നോക്കൂ, ചോക്ലേറ്റിൻ്റെ കളറാണ്. അതായത് ബ്ലഡ് അഗാർ ഒരു നല്ല രീതിയിൽ ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ചോക്ലേറ്റ് അഗാർ കിട്ടും. ഇനി അടുത്തത് നോക്കൂ, എൻറിച്ച്മെൻറ്റ് മീഡിയ. എൻറിച്ച്മെൻറ്റ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ എൻറിച്ച്മെൻറ്റ് മീഡിയ മുമ്പത്തെ ഇതിൽ പറഞ്ഞതാണ്. അൺവാണ്ടഡ് ഓർഗാനിസത്തിനെ ഒഴിവാക്കിയിട്ട് വാണ്ടറായിട്ടുള്ള ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സെലക്റ്റീവ് മീഡിയ. സെലക്റ്റീവ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ സോൾഡ് മീഡിയ ഇൻകോർപ്പറേറ്റഡ് വിത്ത് ഇൻഹിബിറ്ററി സബ്സ്റ്റൻസസ്. ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് ഉള്ള മീഡിയയാണ് സെലക്റ്റീവ് മീഡിയ. അതായത് വിച്ച് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസംസ് ആൻഡ് സെലക്റ്റീവ്ലി പെർമിറ്റ് ദ ഗ്രോത്ത് ഓഫ് റിക്കോർഡ് ഓർഗാനിസം ഇൻ എ ഗ്രേറ്റർ നമ്പർ. അപ്പോൾ നമ്മളെന്താ ചെയ്യണത്? ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് അതിലുണ്ടായിരിക്കും. എന്നിട്ട് നമ്മളെന്താ ചെയ്യുക? സെലക്റ്റീവ്ലി പെർമിറ്റ് ദ റിക്കോർഡ് ഓർഗാനിസം.
നമുക്ക് വേണ്ട ആൾക്കാരുടെ ഗ്രോത്തിനെ മാത്രം സെലക്റ്റീവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നു? സെലക്റ്റീവ് മീഡിയ ഉപയോഗിക്കുന്നു. അതായത് സെലക്റ്റീവ്ലി ഫെസിലിറ്റേറ്റ് ദ ഐസൊലേഷൻ ഓഫ് എ പർട്ടിക്കുലർ ഓർഗാനിസം. എന്താണ് യൂസസ്? ടു ഐസൊലേറ്റ് എ പർട്ടിക്കുലർ ഓർഗാനിസം ഫ്രം എ സ്പെസിമെൻ ഇൻ വിച്ച് മിക്സ്ഡ് മൈക്രോബിയൽ ഫ്ലോറ ഈസ് എക്സ്പെക്റ്റഡ്. അപ്പോൾ ഒരു മിക്സ്ഡ് മൈക്രോബിയൽ ഫ്ലോറയെന്ന് നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഓർഗാനിസിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നു? പിന്നെ ഏത് മീഡിയ ഉപയോഗിക്കുന്നു? സെലക്റ്റീവ് മീഡിയ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഡിയോക്സി കൊളൈഡ് സിട്രേറ്റ് അഗാർ ഈസ് യൂസ്ഡ് ഫോർ ഷിഗെല്ല ആൻഡ് സാൽമോണല്ല. ബൈൽ സാൾട്ട് അഗാർ യൂസ്ഡ് ഫോർ വിബ്രിയോ കോളറെ. വിൽസൺ ആൻഡ് ബ്ലെയർ മീഡിയം യൂസ്ഡ് ഫോർ സാൽമോണല്ല. ഇനി അടുത്ത് നോക്കൂ, ഡിഫറൻഷ്യൽ മീഡിയ. പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറൻഷ്യൽ മീഡിയ വിച്ച് ഡിഫറൻഷിയേറ്റ് ടു ടൈപ്സ് ഓഫ് ഓർഗാനിസം. രണ്ട് ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഡിഫറൻഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. അതായത് ഇതിൽ പ്രത്യേക സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഓർഗാനിസത്തിന് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനനുസരിച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു, ഡിഫറൻഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. രണ്ട് ടൈപ്പ് ഓർഗാനിസം ഡിഫറൻഷ്യൽ. എക്സാമ്പിള് മെക്കോങ്കി മീഡിയ ആണ്. ഈ മെക്കോങ്കിയിൽ എന്തുണ്ടായിരിക്കും? പെപ്റ്റോണ്, ലാക്ടോസ്, സോഡിയം ടോറോകൊളേറ്റ്, ന്യൂട്രൽ റെഡ് അഗാറൊക്കെ ഉണ്ടായിരിക്കും. ഈ മെക്കോങ്കി അഗാർ ഉപയോഗിക്കുന്നത് ലാക്ടോസ് ഫെർമെൻറ്റിങ്, നോൺ ലാക്ടോസ് ഫെർമെൻറ്റിങ്, ഇങ്ങനെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഓർഗാനിസത്തിൻ്റെ രണ്ട് രീതിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? പിന്നെ മെക്കോങ്കി അഗാർ ഉപയോഗിക്കുന്നത്. ലാക്ടോസ് ഫെർമെൻറ്റിങ് ആണെങ്കിൽ ആ മീഡിയയിൽ എന്ത് കളർ കിട്ടും? ഓർഗാനിസം പിങ്ക് കളർ കാണിക്കും. നോൺ ലാക്ടോസ് ഫെർമെൻറ്റിങ് ആണെങ്കിൽ കളർലെസ് അല്ലെങ്കിൽ പെയിൽ കളേർഡ് കോളനീസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇതാണ് ഈക്വളൈ ഓൺ മെക്കോങ്കി അഗാർ. അതായത് ലാക്ടോസ് ഫെർമെൻറ്റിങ് ആയിട്ടുള്ള കോളനി ആണെങ്കിൽ ഇങ്ങനെ പിങ്ക് കളറിലാണ് കിട്ടുക. ദെൻ നോൺ ലാക്ടോസ് ഫെർമെൻറ്റിങ് ആണെങ്കിൽ ക്ലബ്ഷിയല്ല, ഒരു നോൺ ലാക്ടോസ് ഫെർമെൻറ്റിങ് ആണ്, പിങ്ക് കളറല്ല, ലൈറ്റ് കളറായിട്ടാണ് കിട്ടുക എന്ന് മനസ്സിലാക്കുക. Then indicator media. These are media which indicate the presence of particular organism by giving particular color of the colony. ഇപ്പോൾ ഒരു കോളനി ഉണ്ടായിരിക്കും, അപ്പോൾ ആ കോളനി ഒരു പർട്ടിക്കുലർ കളർ കാണിക്കുകയാണെങ്കിൽ ആ കളറിനനുസരിച്ച് ഒരു പർട്ടിക്കുലർ ഓർഗാനിസത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറയുന്നു? ഇൻഡിക്കേറ്റർ മീഡിയ എന്ന് പറയുന്നു. ദീസ് മീഡിയ ആർ ഇൻകോർപ്പറേറ്റഡ് വിത്ത് ആൻ ഇൻഡിക്കേറ്റർ വിച്ച് ചേഞ്ചസ് കളർ ഓഫ് ഓർഗാനിസം when it grows. അപ്പോൾ ഒരു ഓർഗാനിസത്തിൻ്റെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പർട്ടിക്കുലർ കളർ വെച്ചിട്ട് ആ ഓർഗാനിസം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വിൽസൺ ആൻഡ് ബ്ലെയർ മീഡിയം, അതിൽ എന്തുണ്ടായിരിക്കും? സൾഫൈറ്റ് ഉണ്ടായിരിക്കും കേട്ടോ, വിച്ച് ഈസ് റെഡ്യൂസ്ഡ് ടു സൾഫൈഡ് ബൈ സാൽമോണല്ല ടൈഫി. സാൽമോണല്ല ടൈഫി വിൽസൺ ആൻഡ് ബ്ലെയർ മീഡിയത്തിൽ വളരുകയാണെങ്കിൽ ബ്ലാക്ക് കോളനീസാണ് കിട്ടുക. അതെന്തുകൊണ്ടാണ്? സൾഫൈറ്റിനെ റെഡ്യൂസ് ചെയ്തിട്ട് എന്താക്കി മാറ്റുന്നു? സൾഫൈഡാക്കി മാറ്റുന്നു. ഇനി അടുത്ത് നോക്കൂ, മെക്കോങ്കി മീഡിയ ഉണ്ട്. മെക്കോങ്കി മീഡിയ ഒരു ഇൻഡിക്കേറ്റർ മീഡിയ ആണ്, ഡിഫറൻഷ്യൽ മീഡിയ ആണ്. പിങ്ക് കോളനി ആണെങ്കിൽ എന്താണ് അത്? പിന്നെ ന്യൂട്രൽ റെഡ് ഉണ്ടായതുകൊണ്ട് പിങ്ക് കളർ കോളനി കാണിക്കും. ലാക്ടോസ് ഫെർമെൻറ്റിംഗ് ആയിട്ടുള്ള കോളനി ആണെങ്കിൽ പിങ്ക് കളർ കോളനി കാണിക്കും. ബ്ലഡ് അഗാർ ആണെങ്കിലോ ഹീമോളൈറ്റിക് പ്രോപ്പർട്ടി കാണിക്കും. ഹീമോളൈറ്റിക് ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ അത് ഹീമോളൈസിസ് കാണിക്കും. അതൊരു ഹീമോളൈറ്റിക് പ്രോപ്പർട്ടി എന്നുള്ള ഒരു ഇൻഡിക്കേഷനായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി ട്രാൻസ്പോർട്ട് മീഡിയ ഉണ്ട്. ട്രാൻസ്പോർട്ട് മീഡിയ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഗോണോകോക്കി, വിബ്രിയോ കോളറെ, ഇതിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ഔട്ട്സൈഡ് ദ ബോഡിയിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല കുറേ സമയം. അപ്പോൾ ഈ ഓർഗാനിസംസ് ട്രാൻസ്പോർട്ടറിൻ്റെ സമയത്ത് കില്ല് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ട്രാൻസ്പോർട്ട് മീഡിയ വേണം അല്ലേ? അതായത് ഇഫ് നോട്ട് ട്രാൻസ്പോർട്ടഡ് ഇമ്മീഡിയറ്റ്ലി ദേ മേ ബി ഓവർഗ്രോൺ ബൈ നോൺ പാത്തോജനിക് ഓർഗാനിസംസ്. അപ്പോൾ ഇത് പെട്ടെന്ന് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നോൺ പാത്തോജനിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അതിൽ വളർന്നിട്ട് അതിൻ്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യും. ടു അവോയ്ഡ് ദ ഡെത്ത് ഓഫ് ഡെലിക്കേറ്റ് ഓർഗാനിസം ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ ഫ്രം ഹോസ്പിറ്റൽ ടു ലബോറട്ടറി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ലബോറട്ടറിയിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഓർഗാനിസംസ് ഡെത്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവോയ്ഡ് ദ ഗ്രോത്ത് ഓഫ് നോൺ പാത്തോജനിക് ഓർഗാനിസം, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സ്പെഷ്യലൈസ്ഡ് മീഡിയ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ മീഡിയയാണ് നമ്മൾ എന്താ പറയുക? ട്രാൻസ്പോർട്ട് മീഡിയ. പേര് പോലെ തന്നെ ഒരു ഓർഗാനിസത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയയാണ് ട്രാൻസ്പോർട്ട് മീഡിയ. എക്സാമ്പിൾ ഏതൊക്കെയാണ്? സ്റ്റുവർട്ട്സ് മീഡിയ, അതായത് നോൺ ന്യൂട്രിയൻ്റ് സോഫ്റ്റ് അഗാർ ജെല്ലാണ്. അത് എന്തുണ്ടായിരിക്കും? റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടുള്ള ചാർക്കോൾ ഉണ്ടായിരിക്കും.
അത് മറ്റുള്ള ഇൻഹിബിറ്റേഴ്സിനൊക്കെ പിന്നെ ഗ്രോത്തിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗോണോകോക്കൈ. ഗോണോകോക്കൈനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയ ആണ് സ്റ്റുവർട്ട്സ് ട്രാൻസ്പോർട്ട് മീഡിയം. പിന്നെ ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ ട്രാൻസ്പോർട്ട് മീഡിയം കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് എൻഡറിക് ബാക്ടീരിയൻ്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ക്യാരി ബ്ലെയർ ട്രാൻസ്പോർട്ട് മീഡിയ ഉണ്ട്, അതും ട്രാൻസ്പോർട്ട് മീഡിയ എക്സാമ്പിളാണ്. പിന്നെ വിബ്രിയോ കോളർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ട് മീഡിയയാണ് വെങ്കട്ട് രാമകൃഷ്ണൻ മീഡിയ അഥവാ VR മീഡിയ. ഇനി എന്താണ് ഷുഗർ മീഡിയ? മീഡിയ കണ്ടെയ്നിങ് ഫെർമെൻറ്റബിൾ സബ്സ്റ്റൻസസിനാണ് ഷുഗേഴ്സ്, ദാറ്റ് ഇസ് നോൺ ആസ് ഷുഗർ മീഡിയ. അപ്പോൾ ഷുഗർ അടങ്ങിയിട്ടുള്ള മീഡിയ നമ്മൾ എന്താ പറയുക? ഷുഗർ മീഡിയ എന്ന് പറയുന്നത്. ക്യാരി ബ്ലെയർ മീഡിയ ഇത് സ്വാബായിട്ടാണ് ഉണ്ടാവുക. ഈ സ്വാബിൻ്റെ മുകളിൽ ക്യാരി ബ്ലെയർ മീഡിയ ഉണ്ടായിരിക്കും, എന്നിട്ട് നമ്മൾ സ്വാബ് എടുക്കും. ഇനി ട്രാൻസ്പോർട്ട് മീഡിയ ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ മീഡിയൻ്റെ പിക്ചറാണിത്. ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ മീഡിയം. ഇനി നോക്കൂ, ഈ ഷുഗർ മീഡിയയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? 1% ഷുഗർ ഉണ്ടായിരിക്കും, അതായത് ഗ്ലൂക്കോസ്, ലാക്ടോസ്, സൂക്രോസ്, മാൻറ്റോള്. അതുപോലെ തന്നെ പെപ്റ്റോൺ വാട്ടർ വിത്ത് ആൻഡ്രൈഡ്സ് ഇൻഡിക്കേറ്റർ ആൻഡ് ഇൻവേർട്ടഡ് സ്മോൾ ട്യൂബ്, ദാറ്റ് ഈസ് ദർഹാംസ് ട്യൂബ്. അപ്പോൾ ഈ ഷുഗർ മീഡിയയിൽ എന്തുണ്ടായിരിക്കും? പെപ്റ്റോൺ വാട്ടർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് അതിൽ നമ്മൾ ദർഹാംസ് ട്യൂബ് ഇടും. ഈ ദർഹാംസ് ട്യൂബ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഗ്യാസ് ഫോർമേഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്യാസ് ഫോർമേഷൻ, ഓർഗാൻസിന് ഗ്യാസ് ഫോർമേഷൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദർഹാംസ് ട്യൂബ് ഇടുന്നത്. What are the uses of sugar media? Fermentation of sugars result in the formation of acid that renders pink color. ഇപ്പോൾ ആസിഡ് ഫോർമേഷൻ ആണെങ്കിൽ എന്താണ്? പിങ്ക് കളർ കിട്ടും. അതായത് പിങ്ക് കളർ ടു ഒറിജിനലി കളർലെസ് മീഡിയം. അപ്പോൾ ആസിഡ് ഫോർമേഷൻ മീഡിയക്ക് ഓർഗാനിസത്തിന് ആസിഡ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ മീഡിയയുടെ കളർലെസ് ആയിരിക്കും. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും? ദർഹാംസ് ട്യൂബിൻ്റെ ഉള്ളിൽ ബബിൾ ഉണ്ടായിരിക്കും. These fermentation reactions help in identification of the organs. ഇപ്പോൾ ഓർഗാനിസം ഫെർമെൻറ്റഡ് ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഷുഗർ മീഡിയ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കൾച്ചർ മീഡിയയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി അടുത്തുണ്ട് അനേറോബിക് മീഡിയ. ദീസ് മീഡിയ ഈസ് യൂസ്ഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് അനേറോബിക് ബാക്ടീരിയ. എക്സാമ്പിൾ റോബർട്ട്സൺ കുക്ക്ഡ് മീഡിയ. അതായത് അനേറോബിക് ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അനേറോബിക് മീഡിയ. റോബർട്ട്സൺ കുക്ക്ഡ് മീഡിയ എക്സാമിന് ചോദിക്കാറുണ്ട്. RCM എന്ന് പറഞ്ഞാൽ റോബർട്ട്സൺ കുക്ക്ഡ് മീഡിയ ആണ്. ദ ഡിഫറെൻറ്റ് മീഡിയ ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻ ലബോറട്ടറി ബൈ യൂസിങ് ബേസിക് ഇൻഗ്രീഡിയൻസ്. ഓൾട്ടർനേറ്റീവ്ലി ദർ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ യൂസിങ് കൊമേഴ്ഷ്യലി അവൈലബിൾ റെഡിമെയ്ഡ്. അപ്പോൾ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള മീഡിയ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് മീഡിയ നമുക്ക് ലാബിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കൾച്ചർ മീഡിയയിൽ വരുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.